ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ശരത്തിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് അവൻ എങ്ങോട്ടാ പോകുന്നത്, എന്ത് ജോലിക്കാ പോകുന്നതിനൊക്കെ നീയോ നിന്റെ വീട്ടുകാർ ഇതുവരെ തിരക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് അവൻ ഡാറ്റ എൻട്രി വർക്കിനാണ് പോകുന്നത്, മാത്രമല്ല നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ രേവതി മറുപടി പറയുമ്പോഴത്തേക്കും പിന്നെ പഠിക്കുന്ന എന്നെ കൊണ്ടൊന്ന് പറയരുത്, അവൻ എന്ത് ജോലിക്കാ പോകുന്നത് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ പറയാൻ വെക്കുന്ന സമയത്താണ് ശ്രുതിയെ കാണുമ്പോഴത്തേക്കും സച്ചി അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. എന്താ ഏട്ടാ എന്നെന്താ അവിടെ ഇവിടെ നിടാൻ നിർത്തിയത് എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി വേഗം മിണ്ടാതിരിക്കണം അവിടെ നിന്ന് എന്ന് പറയാണ് കേട്ടോ. ഉടനെ തന്നെ വർഷ പറയുന്നത് ശ്രീകാന്ത് അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്, അതിലേക്ക് നീ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. വേഗം തന്നെ രവി ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് പറ, നീ തെറ്റ് ചെയ്യാതെ തന്നെ ആരെയും ഒന്നും ചെയ്യില്ല എന്ന് അച്ഛനറിയാം, അതുകൊണ്ട് തന്നെ എന്താ അവൻ ചെയ്ത തെറ്റ് എന്ന് എല്ലാവരും മുന്നിൽ വെച്ച് തുറന്നു പറ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയാൻ മടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയുകയാണ് അവൻ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും, അവൻ പഠിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും, അവൻ എങ്ങോട്ടാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. അപ്പൊ ഈ ഒരു സമയത്ത് ശരത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ രേവതി പെരുമാറുന്നത്. അപ്പൊ ഇരുവരും തമ്മിൽ വഴക്ക് കൂടുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ഇരുവരോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്, ദേ പണ്ടത്തെ പോലെ തന്നെ ഇരുവർ രണ്ട് ധ്രുവത്തിലാവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി രേവതിയായിട്ട് പറയുകയാണ്, നിനക്കറിയാൻ പാടില്ല, അവൻ ചെയ്ത തെറ്റിന് അവൻ്റെ ഒരു കൈയല്ല രണ്ട് കൈ ഒടിച്ചു വിട്ടായിരുന്നു, അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് ചെല്ലാട്ടെ സച്ചി. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും മറ്റുമൊക്കെ ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുക. കാരണം ഒരു തെറ്റും ചെയ്യാതെ തന്നെ സച്ചി ആരെയും തല്ലില്ല എന്ന് ചന്ദ്ര അടക്കം എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ശരത്ത് ചെയ്ത തെറ്റ്, ഇവർ രണ്ടൊരു വഴക്കിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇവർ മൂന്ന് പേരും ഇരിക്കുന്നത്. എന്നാൽ സച്ചി ഒട്ടും മുഴുവിപ്പിക്കുന്നില്ല, കാരണം ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രേവതിക്ക് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. കാരണം ചന്ദ്ര അതേ രീതിയിൽ തന്നെ രേവതിയെ നാണം കെടുത്തുകയും മാത്രമല്ല പിന്നീടും ഈ ഒരു ദുരന്തം നമ്മുടെ രേവതി താങ്ങേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് സച്ചി അവിടെ പെരുമാറുന്നത്. എന്നാൽ രേവതിയാകട്ടെ തൻ്റെ അനിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല കേട്ടോ. സച്ചി വായി തോന്നിയതെല്ലാം തന്നെ രേവതിയോട് വിളിച്ച് പറയുന്നുണ്ട്, രേവതിയും വിട്ടുകൊടുക്കുന്നില്ല. ഇതിനിടയിൽ തന്നെ സച്ചി പറയുന്നുണ്ട്, അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് നിനക്കോ നിന്റെ വീട്ടുകാർക്ക് അറിയാമോ, അതിങ്ങനെ രാവിലെ പോകും വൈകുന്നേരം വരെ, ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, അത് ന്യായം, നേരത്തെ അവനോടൊന്നും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നല്ലവനായി നടന്നവനല്ലേ അവൻ ഇനി എന്തെങ്കിലും മോഷണത്തിനാണോ പോയെന്ന് ആർക്കറിയാമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ വാക്കുകൾ വല്ലാതെ തന്നെ നമ്മുടെ രേവതിയെ വേദനിപ്പിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് വർഷ വന്നിട്ട് രേവതിയായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചിയുടെ അനിയനൊരു കള്ളനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഉടനെ തന്നെ രവിചന്ദ്രയോട് നിന്റെ വാക്കുകൾ കുറച്ച് അതിൽ കിടക്കുന്നുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ സംസാരിക്കണമെന്ന് നിനക്കറിയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയാണ് കേട്ടോ. പക്ഷെ സച്ചിയോട്ട് നാളെ എന്തായാലും നീ ശരത്തിനെ പോയി കാണണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ സച്ചി മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വേഗം തന്നെ രവി പറയുകയാണ്, നീ എന്റെ വാക്കിനെ ധിക്കരിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നാളെ പൊക്കോളാം അച്ഛാ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ശരത്തും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലക്ഷ്മിക്കാണെങ്കിൽ ഒരുപാട് പൂക്കളുടെ ഓർഡർ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അവരോടൊന്നും ഓർഡർ തനിക്കൊന്നും തരാൻ പറ്റുകയില്ല, അങ്ങനെ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ലക്ഷ്മി ശരത്തിനോടായിട്ട് പറയുകയാണ്, ഒരുപാട് ഓർഡറുകൾ അമ്മയ്ക്ക് കിട്ടിയായിരുന്നു, എന്തായാലും അവരെയൊക്കെ വിളിച്ച് പറയട്ടെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ലക്ഷ്മിയും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. സച്ചി റൂമിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ ശരത്തൊന്ന് പതറുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. അന്ന് ഉടനെ തന്നെ സച്ചി ശരത്ത് കിടന്ന റൂമിന്റെ ഡോറങ്ങൾ ലോക്ക് ചെയ്യേണ്ട എന്നിട്ട് അകത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെന്തിനാ നിങ്ങളറിയുന്നത്, നിങ്ങളല്ലേ എൻ്റെ കൈ ഒടിച്ചത്, നിങ്ങൾ എൻ്റെ കൈ ഒടിച്ചെന്നുള്ള വിവരം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ നമ്മുടെ ശരത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ കൈ ഒടിച്ചതിന് ഒരു ന്യായമുണ്ട് എന്ന് നമ്മുടെ സച്ചി പറയാം. കേൾക്കുമ്പോൾ തന്നെ ശരത്ത് പറയുകയാണ്, എനിക്കറിയാൻ ന്യായമുണ്ടെന്ന്, ഞാൻ നിങ്ങളുടെ സുഹൃത്തിന് തല്ലിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഓടി വന്ന് എൻ്റെ കൈ ഒടിച്ചത്, പക്ഷേ എൻ്റെ സുഹൃത്തിനെ തല്ലുന്നത് നോക്കി എനിക്ക് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സുഹൃത്തിനെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് തന്നെ ന്യായീകരണങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുന്ന സമയത്ത് സച്ചി പറയുകയാണ്, നീ മഹേഷിനെ തല്ലിയത് എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിന്റെ കൈ ഞാൻ ഒടിച്ചത് ആ ഒരു കാരണം കൊണ്ടല്ല, ഇത് നീ കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ, അതായത് സ്റ്റുഡിയോയിൽ നിന്ന് തനിക്ക് ലഭിച്ച വീഡിയോ ശരത്തിനെ കാണിച്ചു കൊടുക്കാണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ശരത്തൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ശരത്തിന്റെ ഭാവമെന്ന് പറഞ്ഞാൽ സച്ചിയെ പോലും ഞെട്ടിക്കുന്ന രീതിക്കാണ് പിന്നീട് ശരത്ത് പെരുമാറുന്നത്. അതായത് ശരത്ത് പറയുന്നത് താൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, താൻ ന്യായത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന രീതിക്കാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് കേൾക്കുമ്പോഴത്തേ സച്ചി പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? നീ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ നിനക്ക് ആകില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഈ പറയുന്നത്? നേരത്തെ ഞാൻ എൻ്റെ ചേച്ചീനെ കാണാട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് അന്ന് നിങ്ങളുടെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും അമ്മയും കൂടെ കൂടിയിട്ട് വീട് കള്ളനാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ആക്കാൻ നോക്കിയില്ലേ? മാത്രമല്ല നിങ്ങളുടെ ചേട്ടത്തി എന്നെ തല്ലുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അതിന് നീ ഇങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അന്ന് എന്നോട് ചെയ്ത ദ്രോഹത്തിന് അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്, ഇതിന് പ്രതികാരം വീട്ടുമെന്ന് എന്നൊക്കെ നമ്മുടെ ശരത്ത് വളരെ മോശമായ രീതിയിൽ തന്നെ സച്ചിയോട് പെരുമാറുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി വീണ്ടും പറയുന്നുണ്ട്, ശരത്ത് നീ പോകുന്ന നല്ല വഴിക്കല്ല, ആന്റണിയുമായിട്ടുള്ള കൂട്ട് അത് നിർത്തുന്നത് നിനക്ക് നല്ലത് എന്നൊക്കെ നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്ക്, ആന്റണി ചായനെ പറ്റി വല്ലതും പറഞ്ഞിട്ടില്ലേ, എനിക്ക് സഹിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നേരെ വിരൽ ചൂണ്ടി നിൽക്കാണ്ട് നമ്മുടെ ശരത്ത്. ഈ ഒരു സമയത്ത് ആ വിരലിലേക്ക് തട്ടിയതിനു ശേഷം സച്ചി പറയുന്നുണ്ട്, സച്ചി പറയുന്നുണ്ട്, നിന്റെ ഒരു കൈയിൽ ഞാൻ അടിച്ചോളൂ, മറ്റേ കൈ കൊണ്ട് ഞാൻ ഒടിച്ചത് നീ മര്യാദയ്ക്ക് സംസാരിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ ഇത്രയും താഴത്തേക്ക് വന്ന് ആരോട് സംസാരിച്ചിട്ടില്ല, നീ എന്റെ ഭാര്യയുടെ അനിയനാണല്ലോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. നിന്നെപ്പറ്റി എന്തൊക്കെ പ്രതീക്ഷകൾ നിന്റെ അമ്മയ്ക്കും ജേണുവിനൊക്കെ ഉണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ പ്രതീക്ഷയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട, അവരെ നോക്കാൻ എനിക്കറിയാമെന്നൊക്കെ ശരത്ത് പറയാണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് നോക്കുന്ന നീ പറയുന്നത്, നീ ഇങ്ങനെ നോക്കുന്നാണ് പറയുന്നത്, ഇങ്ങനെയല്ല നോക്കേണ്ടത്, പഠിച്ച് നല്ല ജോലി മേടിച്ച് നീ അവരെ നോക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു വേദന ഉണ്ടാവും നിനക്ക് അറിയാമോ? ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കാൻ നിന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു, പക്ഷേ അവർക്ക് നിന്നെ പറ്റിയുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു വീഡിയോ കാണിക്കാൻ ഇത് തെറ്റെന്താണെന്ന് ഒന്നും തുറന്നു പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അന്വേഷിച്ച് ഞാൻ കോളേജിൽ പോയത്. കോളേജിൽ പോയ സമയത്ത് നീ അവിടെ ചെന്നത് ദിവസങ്ങളായി എന്നെ അറിഞ്ഞത്. ഞാൻ കൂട്ട് നിർത്തിയില്ല എന്നാണ് ഈ ശരത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഒരു ചുക്കും എന്നെ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് കാണിക്കുക, എൻ്റെ അമ്മയെയും ചേച്ചിയൊക്കെ കാണിക്കുക, പറ്റുന്നാലും പോലീസ് സ്റ്റേഷനിലും കാണിക്കുക, അവിടെ നിന്റെ ആന്റണി ചായം വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും, അവൻ്റെ ഒരു ആന്റണി ചായ നിർത്തുന്നുണ്ടോ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ശരത്തിന് യാതൊരു വിധ കുലുക്കമുണ്ടാവും. ശരത്ത് വളരെയധികം തൻ്റെ അടുത്തോടു കൂടി തന്നെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും മുഖ്യം പണം തന്നെയാണ്, ആ പണം തന്നെയാണ് എന്നെ എൻ്റെ ചേച്ചിനെ ഈ വഴിക്കാക്കിയത്. ഒരാൾ ജനിക്കുന്നത് ദാരിദ്ര്യ കുടുംബത്തിലാണെങ്കിൽ അത് അയാളുടെ തെറ്റല്ല, പക്ഷെ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലാണെങ്കിൽ അത് അയാളുടെ മാത്രം തെറ്റാണ്. മാത്രമല്ല എൻ്റെ ചേച്ചി എന്തോരം സ്വർണ്ണം നിങ്ങളുടെ അമ്മ മേടിച്ചു വെച്ചിരിക്കുന്നത്, ഇതേ സ്വർണ്ണമാലയല്ലേ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ഇതിനൊക്കെ പണം തന്നെ വേണം, നിങ്ങൾ ആ കാർ ഓടിച്ച പൈസ കൊണ്ട് അതൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും സച്ചിക്ക് സഹിക്കാനാകുന്നില്ല. സച്ചി വരും, നീ എന്താ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ തല്ലാൻ ഓങ്ങുന്ന സമയത്താണ് ശരത്തിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ പറയാമെന്ന കാര്യം അവിടെ നിർത്തിയതിന് ശേഷം സച്ചി പുറത്തേക്ക് പോകേണ്ട സമയത്ത് വാതിൽക്കൽ നിന്നിട്ട് ശരത്തിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് സച്ചി. അതിനുശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാർ സ്റ്റാൻഡിലേക്ക് തിരികെ വന്നതിന് ശേഷം സച്ചി ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. കാരണം ശരത്തിന്റെ പെരുമാറ്റം അതേ രീതിയിൽ തന്നെ മാനസികമായിട്ട് സച്ചി തളർത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് വന്നിട്ട് കാര്യം തിരക്കുന്ന സമയത്ത്, ആ ശരത്തില്ലേ അവനെ ഞാൻ കാണാൻ പോയിരുന്നു, അവൻ നമ്മളൊന്നും വിചാരിച്ച പോലെ അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു മദ്യക്കുപ്പി എടുത്ത് വേഗം കുടിക്കാൻ ഒരുങ്ങാട്ടിയ സമയത്ത് മഹേഷ് പറഞ്ഞു, എടാ സച്ചി നീ എന്തേ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുപ്പി എടുത്ത് മാറ്റാണ്. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, നീ കാര്യം തുറന്നു പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും, മേഡം നമ്മളാരും വിചാരിച്ച പോലെയല്ല ശരത്ത്, അവൻ ആകെ മാറിപ്പോയി, അവൻ ഏറ്റവും വലുത് പണമാണെന്നാണ് അവൻ പറയുന്നത്, ആ പണത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ ജോലി, ആ ജോലിയെ പറ്റി അവൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പോലും സാധിക്കാത്ത ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന രീതിക്ക് വരെ അവൻ പെരുമാറി എന്നൊക്കെ സച്ചി ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയുന്ന സമയത്ത് ശരത്ത് അങ്ങനെയൊക്കെ പറഞ്ഞോടാ, നീ അതൊന്നും കാര്യമാക്കണ്ട, ആന്റണിയുടെ കൂടെ ചേർന്നുള്ള മാറ്റാണ് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇല്ല മഹേഷ് അവൻ മാറാൻ പോകുന്നില്ല, അവൻ ഇതിലും വലിയ ചതിയിൽ വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ പറ്റിയുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.